Setup Front Accounting എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഫ്രണ്ട് അക്കൌണ്ടിംഗ് ഇന്റർഫേസ്, സെറ്റപ്പ് ടാബിൽ വിവിധ മൊഡ്യൂൾ എങ്ങനെയാണ് എന്ന് പഠിക്കാം. നമ്മുടെ സ്വന്തം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി, യൂസർ അക്കൌണ്ട്സ് സെറ്റപ്പ് ചെയ്യുക, ആക്സസ് പെർമിഷൻസ് സെറ്റപ്പ് ചെയ്യുക, സെറ്റപ്പ് ഡിസ്പ്ലേ. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് OS പതിപ്പ് 14.04, ഫ്രണ്ട് അക്കൌണ്ടിംഗ് പതിപ്പ് 2.3.24. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അക്കൌണ്ടിംഗിന്റെ ഹയർ സെക്കൻഡറി കൊമേഴ്സിന്റെ അറിവ്. ഫ്രണ്ട് അക്കൌണ്ടിംഗ് ഇന്റർഫേസ് തുറന്ന് നമുക്ക് ആരംഭിക്കാം. ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. localhost/account എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ലോഗിൻ പേജ് കാണുന്നു. ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മൾ അഡ്മിൻ യൂസർ സൃഷ്ടിച്ചു. ഇവിടെ യൂസർ നെയിം അഡ്മിൻ ആയി ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് സ്പോക്കൻ എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് അക്കൌണ്ടിംഗ് വിൻഡോ തുറക്കുന്നു. സ്റ്റാൻഡേർഡ് മൊഡ്യൂൾസ് ഫ്രണ്ട് അക്കൌണ്ടിംഗിൽ നൽകിയിട്ടുണ്ട്. വിവിധ മൊഡ്യൂൾസ് സെയിൽസ്, പർച്ചേസസ്, ഐറ്റംസ് ആൻഡ് ഇൻവെന്ററി, മാനുഫാക്ചറിംഗ്, ഡൈമെൻഷൻസ്, ബാങ്കിംഗ് ആൻഡ് ജനറൽ ലെഡ്ജർ, സെറ്റപ്പ്. വരാനിരിക്കുന്ന ട്യൂട്ടോറിയലിൽ ഈ മൊഡ്യൂളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഫ്രണ്ട് അക്കൌണ്ടിംഗിലെ സെറ്റപ്പ് ടാബ് ഉപയോഗിച്ച് നമുക്ക് തുടങ്ങാം. കമ്പനി സെറ്റിംഗ്സിന് സെറ്റപ്പ് ടാബ് ഉപയോഗിച്ചു. പാരാമീറ്റർസ്, ഡിഫോൾട്ട് വാല്യൂസ്, പ്രിഫറൻസസ് എന്നിവ ഈ ഓപ്ഷനിൽ നൽകിയിരിക്കുന്നു. സെറ്റപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി സെറ്റപ്പ് ചെയ്യുവാൻ ഡിഫോൾട്ട് ഐക്കൺ നമുക്ക് കാണാം. അവ കമ്പനി സെറ്റപ്പ്, യൂസർ അക്കൌണ്ട്സ് സെറ്റപ്പ്, ആക്സസ് സെറ്റപ്പ്, ഡിസ്പ്ലേ സെറ്റപ്പ്, ഫിസ്ക്കൽ ഇയേഴ്സ് എന്നിവയാണ്. കമ്പനി സെറ്റപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി സൃഷ്ടിക്കാം. നെയിം ഫീൽഡിൽ ഡിഫോൾട്ടായി നമുക്ക് ST കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നത് കമ്പനിയുടെ പേര് കാണാം. കാരണം നമ്മൾ ഇൻസ്റ്റാളേഷൻ സമയത്ത് പേര് നൽകിയിരുന്നു. എന്നാൽ ഇവിടെ റിപ്പോർട്ടുകളിൽ എങ്ങനെ ദൃശ്യമാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് പേര് മാറ്റുവാനും കഴിയും. ഞാൻ അതേ പേര് നിലനിർത്തും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. എന്റെ കമ്പനി ഇന്ത്യയിലുള്ളതുകൊണ്ട് ഹോം കറൻസി റുപ്പീസ് എന്ന് രൂപകൽപ്പന ചെയ്യും. ഈ വിവരം പിന്നീട് ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിക്കും. ഹോം കറൻസി ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനുകളുടെ ലിസ്റ്റ് ദൃശ്യമാകും. എന്നാൽ റുപ്പീസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ പട്ടികയിൽ ഒരു പുതിയ കറൻസി എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. മുകളിലത്തെ മെനുവിൽ ബാങ്കിംഗ് ആൻഡ് ജനറൽ ലെഡ്ജർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മെയിന്റനൻസ് പാനലിൽ കറൻസീസ് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. കറൻസി അബ്രീവിയേഷൻ ഫീൽഡിൽ INR എന്ന് ടൈപ്പ് ചെയ്യുക. കറൻസി സിംബൽ ഫീൽഡിൽ RS എന്ന് ടൈപ്പ് ചെയ്യുക. കറൻസി നെയിം ഫീൽഡിൽ റുപ്പീസ് നൽകുക. 100 നെയിം എന്ന ഫീൽഡിൽ 100 എന്നും കൺട്രി ഫീൽഡിൽ ഇന്ത്യ എന്നും കൊടുക്കുക. ഇപ്പോൾ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ കറൻസി ഹാസ് ബീൻ ആഡഡ് എന്ന മെസ്സേജ് കാണാം. കമ്പനി സെറ്റപ്പ് പേജിൽ തിരിച്ചു പോകാം. ഇതിനായി മുകളിലത്തെ മെനുവിൽ സെറ്റപ്പ് പിന്നെ കമ്പനി സെറ്റപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അഡ്രസ് ഫീൽഡിൽ നിങ്ങളുടെ കമ്പനിയുടെ വിലാസം നൽകണം. ഫോൺ നമ്പർ ഫീൽഡിൽ നിങ്ങളുടെ കമ്പനിയുടെ ഫോൺ നമ്പർ നൽകണം. ഇമെയിൽ അഡ്രസ് ഫീൽഡിൽ താങ്കളുടെ കമ്പനിയുടെ ഔദ്യോഗിക ഇമെയിൽ ID നൽകണം. ഹോം കറൻസി ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റിൽ ഇപ്പോൾ റുപ്പീസ് കാണാം. റുപ്പീസ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഫിസ്ക്കൽ ഇയർ എന്ന ക്രമത്തിൽ ഞാൻ പ്രവർത്തിപ്പിക്കും. നിങ്ങൾ പുതിയ കമ്പനി സൃഷ്ടിക്കുമ്പോൾ ഫിസ്ക്കൽ ഇയർ ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്ഥിരമായി ഫ്രണ്ട് അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ ജാനുവരി ടു ഡിസംബർ വരെയുള്ള ഫിസ്ക്കൽ ഇയർ കാണിക്കുന്നു. ഇന്ത്യയിലെ കമ്പനികൾക്കും സംഘടനകൾക്കും ഇത് അനുയോജ്യമല്ല. ഇവിടെ നമ്മുടെ സ്വന്തം ഫിനാൻഷ്യൽ ഇയർ
ഏപ്രിൽ ടു മാർച്ച് സൃഷ്ടിക്കാം. എൻട്രികൾ സേവ് ചെയ്യുവാൻ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫിസ്ക്കൽ ഇയർ ഫിനാൻഷ്യൽ ഇയർ ആക്കി മാറ്റാം. ഫ്രണ്ട് അക്കൌണ്ടിംഗിലെ സെറ്റപ്പ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഫിസ്ക്കൽ ഇയേഴ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫിസ്ക്കൽ ഇയേഴ്സ് 1st January 2015 മുതൽ 31st December 2015 വരെ. ആദ്യം ഞാൻ 1st January 2016 മുതൽ 31st March 2016 3 മാസത്തേക്ക് ഒരു ഡമ്മി പീരിയഡ് സൃഷ്ടിക്കും. അതിനാൽ നമ്മൾ ഗ്യാപ്പ് നികത്തേണ്ടതുണ്ട്. ഫിസ്ക്കൽ ഇയർ അതായത് 1st January 2015 to 31st December 2015. 2016 March 31st മുതൽ 2017 March 31st വരെ നടക്കുന്ന ഫിനാൻഷ്യൽ ഇയർ. ഞാൻ 1st January 2016 മുതൽ 31st March 2016 വരെ 3 മാസത്തേക്ക് ഡമ്മി പീരിയഡ് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ആഡ് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡമ്മി പീരിയഡ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സന്ദേശം ലഭിക്കുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ന്യൂ ഫിസ്ക്കൽ ഇയർ ഹാസ് ബീൻ ആഡഡ്. അപ്പോൾ ഞാൻ 1st April 2016 മുതൽ 31st March 2017 അടുത്ത ഫിനാൻഷ്യൽ ഇയർ ടൈപ്പ് ചെയ്യും. വീണ്ടും ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ സൃഷ്ടിക്കപ്പെട്ടു. ഒരിക്കൽ കൂടി അതേ സന്ദേശം പ്രത്യക്ഷപ്പെടുന്നു. ന്യൂ ഫിസ്ക്കൽ ഇയർ ഹാസ് ബീൻ ആഡഡ്. ഇപ്പോൾ നമ്മൾ മാറ്റങ്ങൾ കമ്പനി സെറ്റപ്പ് എന്നതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെറ്റപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കമ്പനി സെറ്റപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫിസ്ക്കൽ ഇയർ ഫീൽഡിന് കീഴിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ഫിനാൻഷ്യൽ ഇയർ തിരഞ്ഞെടുക്കുക. അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി സെറ്റപ്പ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്ന ഒരു മെസ്സേജ് ലഭിക്കുന്നു. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഒഴികെ ഫിസ്ക്കൽ ഇയർ 3 മാസം ഡമ്മി പീരിയഡ് ക്ലോസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഞാൻ അത് കാണിക്കും. വീണ്ടും സെറ്റപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഫിസ്ക്കൽ ഇയേഴ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. January 1st 2015 മുതൽ 31st December 2015 ഫിസ്ക്കൽ ഇയർ. എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഈസ് ക്ലോസ്ഡ് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് യെസ് തിരഞ്ഞെടുക്കുക. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു സന്ദേശം ലഭിക്കുന്നു. സെലക്ടഡ് ഫിസ്ക്കൽ ഇയർ ഹാസ് ബീൻ അപ്ഡേറ്റഡ്. ഇപ്പോൾ വർഷം നീക്കം ചെയ്യുന്നതിനായി ക്രോസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. X ചിഹ്നത്തിൽ ഒരു ഡയലോഗ് ബോക്സ് സ്ഥിരീകരിക്കുന്നു. OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ടഡ് ഫിസ്ക്കൽ ഇയർ ഹാസ് ബീൻ ഡിലീറ്റഡ് എന്ന ഒരു സന്ദേശം കാണുന്നു. അതുപോലെ ഞാൻ ഡമ്മി പീരിയഡ് നീക്കം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ കാണാം. ഇവിടെ പിങ്ക് നിറത്തിൽ ഫിനാൻഷ്യൽ ഇയർ കാണും. അതിനാൽ കമ്പനി സെറ്റപ്പ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. വീണ്ടും സെറ്റപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ അക്കൌണ്ട്സ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. അഡ്മിൻ യൂസർ ലോഗിൻ ഇൻഫർമേഷൻ, ഫുൾ നെയിം, ഇമെയിൽ, ആക്സസ് ലെവൽ etc. ഓർമ്മിക്കുക, ഈ വിവരം ഇൻസ്റ്റാളേഷൻ സമയത്ത് നൽകിയിരുന്നു. നമുക്ക് ഒരു പുതിയ യൂസർ ലോഗിൻ സൃഷ്ടിക്കാം. യൂസർ ലോഗിൻ ഫീൽഡിൽ ശീതൽ VP ഒരു പുതിയ യൂസറായി ഞാൻ ടൈപ്പ് ചെയ്യും. പാസ്വേഡ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുക. ഫുൾ നെയിം ഫീൽഡിൽ ശീതൽ പ്രഭു ഞാൻ ടൈപ്പ് ചെയ്യും. ടെലിഫോൺ നമ്പർ ഫീൽഡ് ഞാൻ എന്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യും. അടുത്തതായി ഇമെയിൽ അഡ്രസ്. ഞാൻ sheetalvp@spoken-tutorial.org എന്ന് ടൈപ്പ് ചെയ്യും. ആക്സസ് ലെവൽ ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സബ് അഡ്മിൻ തിരഞ്ഞെടുക്കുക. ലാംഗ്വേജ് ഫീൽഡിൽ സ്വതവേ ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്ഷൻ ഇംഗ്ലീഷ് ആണ്. ഇവിടെ POS അർത്ഥം പോയിന്റ് ഓഫ് സെയിൽ. ഡിഫോൾട്ട് ഓപ്ഷൻ നമ്മൾ സൂക്ഷിക്കും. പ്രിന്റിംഗ് ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ബ്രൗസർ പ്രിന്റിംഗ് സപ്പോർട്ട് തിരഞ്ഞെടുക്കും. അടുത്തതായി ഡിഫോൾട്ടായി പോപ്പ്-അപ്പ് വിൻഡോ ഫോർ ദ റിപ്പോർട്ട്സ് പോപ്പ്-അപ്പ് വിൻഡോവിൽ ചെക്ക് ബോക്സ് പരിശോധിച്ചിരിക്കുന്നു. ആഡ് ന്യൂ ബട്ടൺ ചേർക്കുക.
A new user has been added എന്ന മെസ്സേജ് കാണാം. അഡ്മിൻ ചുവടെയുള്ള പാനലിൽ പുതിയ യൂസറിനെ ചേർത്തിരിക്കുന്നുവെന്ന് നമുക്ക് കാണാം. വീണ്ടും സെറ്റപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആക്സസ് സെറ്റപ്പ്. റോൾ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ സബ് അഡ്മിൻ തിരഞ്ഞെടുക്കും. സബ് അഡ്മിൻ ഉപയോഗിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന ഡിഫോൾട്ട് ആക്സസ് നമുക്ക് കാണാൻ കഴിയും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സബ് അഡ്മിൻ എന്നതിനായുള്ള പെർമിഷൻസ് നമുക്ക് കാണാം. സബ് അഡ്മിൻ ഉപയോഗിക്കുന്നതിന് ആവശ്യമുള്ള ബോക്സുകൾ നിങ്ങൾക്ക് പരിശോധിക്കുവാനോ അൺചെക്ക് ചെയ്യുവാനോ കഴിയും. സേവ് റോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി റോൾ ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്ന മെസ്സേജ് കാണാം. വീണ്ടും അടുത്ത ടാബ് കാണുവാൻ സെറ്റപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡെസിമൽ പ്ലേസസ്, ഡേറ്റ് ഫോർമാറ്റ് ആൻഡ് സെപ്പറേറ്റേഴ്സ്, മറ്റു പാരാമീറ്റർസ് എന്നിവ മാറ്റുവാൻ ഡിസ്പ്ലേ സെറ്റപ്പ് ഉപയോഗിക്കുന്നു. പ്രൈസ്, അമൌണ്ട്സ്, ക്വാണ്ടിറ്റീസ്, എക്സ്ചേഞ്ച് റേറ്റ്, പെർസെന്റേജസ് എന്നിവയ്ക്ക് ഡെസിമൽ പ്ലേസസ് കാണാം. ഡ്രോപ്പ് ഡൗൺ മെനു തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് ഡേറ്റ് ഫോർമാറ്റ്, ഡേറ്റ് സെപ്പറേറ്റേഴ്സ് എന്നിവ മാറ്റാം. വിവിധ മിസലേനിയസ് സെറ്റിംഗ്സ് നമുക്ക് കാണാം. മാറ്റങ്ങൾ സേവ് ചെയ്യുവാൻ അപ്ഡേറ്റ് ബട്ടണിൽ അമർത്തി മാറ്റങ്ങൾ സൂക്ഷിക്കുക. ഒരു സന്ദേശം കാണാം. ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഹാവ് ബീൻ അപ്ഡേറ്റഡ്. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഫ്രണ്ട് അക്കൌണ്ടിംഗ് ഇന്റർഫേസ്, സെറ്റപ്പ് ടാബിലെ വിവിധ മൊഡ്യൂൾസ് എങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മുടെ സ്വന്തം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കുന്നത്, യൂസർ അക്കൌണ്ട്സ് സജ്ജമാക്കുന്നത്, ആക്സസ് പെർമിഷൻസ് സജ്ജമാക്കുന്നത്, സെറ്റപ്പ് ഡിസ്പ്ലേ. ഒരു അസൈൻമെന്റായി ഫ്രണ്ട് അക്കൌണ്ടിംഗ് ഇന്റർഫേസ് തുറക്കുക. യൂസർ അക്കൌണ്ട് സെറ്റപ്പ് ഉപയോഗിച്ച് ഒരു പുതിയ യൂസറിനെ ചേർക്കുക. അക്കൌണ്ടന്റ് എന്ന നിലയിൽ ആക്സസ് ലെവൽ നൽകുക. വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവർ പിന്തുണയ്ക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. കണ്ടതിന് നന്ദി.